നമസ്കാരം. പ്രധാനമന്ത്രി നരേന്ദ്രമോദി വാരാണസിക്ക് പുറമെ മറ്റൊരു മണ്ഡലത്തിൽ നിന്നുകൂടി ജനവിധി തേടില്ല എന്ന് റിപ്പോർട്ടുകൾ വരുന്നു. പ്രിയങ്ക ഗാന്ധി വാരാണസിയിൽ മത്സരിക്കുമെന്ന് അഭ്യൂഹം ഉയർന്നതിനെ തുടർന്ന് നരേന്ദ്രമോദി വാരാണസിക്ക് പുറമെ മറ്റൊരു സുരക്ഷിത മണ്ഡലത്തിൽ നിന്നുകൂടി ജനവിധി തേടുമെന്ന് റിപ്പോർട്ടുകൾ വന്നിരുന്നു. പശ്ചിമ ബംഗാളിലെയോ ഡൽഹിയിലെയോ ഏതെങ്കിലും ലോക്സഭാ സീറ്റിൽ നിന്ന് മത്സരിക്കാനാണ് മോദി ആഗ്രഹിക്കുന്നതെന്ന തരത്തിലായിരുന്നു റിപ്പോർട്ടുകൾ. എന്നാൽ വാരാണസിയിൽ മോദി സുരക്ഷിതനാണെന്നും നിലവിലെ സാഹചര്യത്തിൽ മറ്റൊരു മണ്ഡലത്തിൽ നിന്ന് ജനവിധി തേടേണ്ടതില്ല എന്നും BJP കേന്ദ്ര നേതൃത്വം കണക്കുകൂട്ടുന്നു. രാഹുൽ ഗാന്ധി ആവശ്യപ്പെട്ടാൽ വാരാണസിയിൽ മത്സരിക്കാൻ താൻ തയ്യാറാണെന്ന് കഴിഞ്ഞ ദിവസം പ്രിയങ്ക വ്യക്തമാക്കിയിരുന്നു. ഇത് സംബന്ധിച്ച് ഒരു തീരുമാനം രാഹുൽ ഗാന്ധി ഇതുവരെ എടുത്തിട്ടില്ല. SP BSP RLD സഖ്യത്തിൽ സമാജ്വാദി പാർട്ടിയുടേതാണ് വാരാണസി മണ്ഡലം. പ്രിയങ്ക ഗാന്ധി മത്സരിച്ചാൽ SP BSP RLD സഖ്യം സ്ഥാനാർത്ഥിയെ നിർത്തിയേക്കില്ല എന്നും റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു. സോണിയാഗാന്ധി മത്സരിക്കുന്ന റായ്ബറേലിയിലും രാഹുൽ ഗാന്ധി മത്സരിക്കുന്ന അമേത്തിയിലും SP BSP RLD സഖ്യം സ്ഥാനാർത്ഥികളെ നിർത്തിയിട്ടില്ല. വാരാണസിയിൽ പ്രിയങ്ക എത്തിയാൽ പൊതുശത്രുവിനെ നേരിടാൻ ഒന്നിക്കുക എന്ന നയത്തിൻ്റെ ഭാഗമായി പ്രതിപക്ഷ കക്ഷികൾ ഒറ്റക്കെട്ടായി പ്രിയങ്കയെ പിന്താങ്ങാൻ ആഗ്രഹിച്ചിരുന്നതാണ്. എന്നാൽ രാഹുൽ ഗാന്ധി ഇതു സംബന്ധിച്ച് തീരുമാനമെടുക്കാത്ത സാഹചര്യത്തിൽ സമാജ്വാദി പാർട്ടി വരുന്ന തിങ്കളാഴ്ച ഇവിടെ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കുമെന്നാണ് വാർത്തകൾ വരുന്നത്. ശാലിനി യാദവ് ആയിരിക്കും മോദിയെ നേരിടുന്ന സമാജ്വാദി പാർട്ടിയുടെ സ്ഥാനാർത്ഥി. മുൻ കേന്ദ്രമന്ത്രിയും കോൺഗ്രസ് നേതാവുമായിരുന്ന ശ്യാംലാൽ യാദവിൻ്റെ മകളാണ് ശാലിനി യാദവ്. 2017 വാരാണസിയിലെ മുനിസിപ്പൽ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന് വേണ്ടി ശാലിനി യാദവ് മത്സരിച്ചിട്ടുണ്ട്. മത്സരത്തിൽ തോറ്റുപോയെങ്കിലും മികച്ച പോരാട്ടം നടത്താൻ ശാലിനിക്കായി. ശ്യാംലാൽ യാദവ് നേരത്തെ വാരാണസി മണ്ഡലത്തിൽ MP ആയിരുന്നു. കോൺഗ്രസിൻ്റെ സീനിയർ നേതാവുമായിരുന്നു. ഈ മാസം 29 വരെയാണ് നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനുള്ള തീയതി. 26-ന് നരേന്ദ്രമോദി നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുമെന്നാണ് BJP നേതാക്കൾ നൽകുന്ന സൂചന. 2014 ആം ആദ്മി പാർട്ടിയുടെ നേതാവും ഡൽഹി മുഖ്യമന്ത്രിയുമായ അരവിന്ദ് കെജ്രിവാൾ ആയിരുന്നു മോദിക്കെതിരെ മത്സരിച്ചത്. അന്ന് 3,71,784 വോട്ടുകളുടെ ഭൂരിപക്ഷത്തിലാണ് നരേന്ദ്രമോദി വിജയിച്ചത്. 2014 വാരാണസി കൂടാതെ ഗുജറാത്തിലെ വഡോദരയിൽ നിന്നും അദ്ദേഹം ജനവിധി തേടിയിരുന്നു. പിന്നീട് വാരാണസിയിൽ MP സ്ഥാനം നിലനിർത്തുകയായിരുന്നു മോദി. 3 ആഴ്ചകൾക്ക് മുമ്പാണ് വാരാണസിയിൽ മത്സരിക്കുമെന്ന തരത്തിൽ പ്രിയങ്ക ഗാന്ധി ആദ്യ സൂചന നൽകിയത്. അവസാന ഘട്ടമായ മെയ് 19-നാണ് വാരാണസിയിൽ തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. രാഹുൽ ഗാന്ധി അമേത്തി കൂടാതെ കേരളത്തിലെ വയനാട്ടിൽ നിന്നുകൂടി ജനവിധി തേടുന്നുണ്ട്. അമേത്തിയിൽ നിന്ന് പരാജയ ഭീതി പൂണ്ട രാഹുൽ വയനാട്ടിലേക്ക് ഒളിച്ചോടുകയാണെന്ന് BJP നേരത്തെ ആരോപിച്ചിരുന്നു.